എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഴയൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്ലാന്റർ ആയിട്ടും ഫ്ലവർ വേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാണ്. അപ്പം ഇതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ എടുത്തത്. ഇതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ്, അതായത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ലേബിളൊക്കെ ഞാൻ കളയുന്നുണ്ട്. ലേബിളൊക്കെ എടുത്ത് മാറ്റുക. അപ്പോൾ ലേബിൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ചിലത് നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും, അല്ലാതെ ഇളക്കാൻ പറ്റുന്ന ഒരു രീതി ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലിങ്ക് കാർഡിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടാം. ഈസിയാണ്, പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബേസ് അടിക്കാൻ പോവുകയാണ്. ബേസ് കോട്ടായിട്ട് ചെയ്യുന്നത് വയലറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് സിമ്പിളാണ്, ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ആർട്ടാണ്. കുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഇത് മൊത്തമായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ ഒരു കോട്ട് അടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വയ്ക്കുക. എന്നിട്ട് സെക്കൻഡ് കോട്ടും അടിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒരു കോട്ടും കൂടെ അടിക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. യെല്ലോവും വൈറ്റും ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ 5 കോട്ടൺ ബഡ്സ് ഇതുപോലെ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരുമിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കൊണ്ടാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം യെല്ലോ ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആ കോട്ടൺ ബഡ്സിനെ ഈ ഒരു പെയിൻറ്റിലേക്ക് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ പൂക്കൾ ചെയ്യാൻ പറ്റും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഒരു ഗ്രീൻ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സാപ്പ് ഗ്രീൻ ആണ്. പിന്നെ ഒരു തിൻ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു തിൻ ബ്രഷ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു പൂക്കൾക്കൊരു തണ്ട് വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കുറച്ചായിട്ട് വരച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല ഡാർക്കിൽ വരയ്ക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിപ്പം ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കെട്ടാൻ വേണ്ടി ഒരു റിബൺ വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് കളറ് ഇതുപോലെ ഒരു ബോ പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ്. പക്ഷേ സിമ്പിളാണ്, എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്, ഭംഗിയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്നതാണല്ലോ. അപ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.